യു.പി. രാഷ്ട്രീയത്തിൽ മിന്നുന്ന പാഠങ്ങൾ രചിച്ച, ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ വികാരവും ചിന്തയുമെന്നും ഇതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയെന്നും വെറുപ്പും വിദ്വേഷവും പരിഹാസവും കൈമുതലാക്കിയ രണ്ടുപേരെ പാഠം പഠിപ്പിച്ച രണ്ടുപേരുണ്ട്. ഇരുവരും 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോസിൽ പെടുന്നവരാണ്. ഒന്ന് കിശോരിലാൽ ശർമ്മയും മറ്റൊന്ന് അജയ് റോയിയും. ഇരുവരും ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ പൗരന്മാരെയും പഠിപ്പിച്ച പാഠം അത് നിസ്സാരമല്ല. കിശോരിലാൽ ശർമ്മ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് പുച്ഛമായിരുന്നു, പരിഹാസമായിരുന്നു. അവർ എല്ലായിടങ്ങളിലും പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പിയൂൺ എന്നാണ്. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരം ആ ഭാഷയിലും അല്ലെങ്കിൽ ആശയങ്ങളിലും മാത്രമല്ല, ആ ശരീരത്താകെ ഉണ്ടായിരുന്നു. അതിൻ്റെ അഭ്യാസങ്ങൾ എന്തെല്ലാമായിരുന്നു? തോറ്റോടിയ രാജകുമാരനെന്നും രാഹുൽ ഗാന്ധിയെപ്പോലെ മാന്യനായ ഒരാളിനെതിരെ പല ആംഗ്യങ്ങളും ചിഹ്നങ്ങളും കാണിച്ചു എന്ന് പറയുന്ന ആക്ഷേപാർഹവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ അവർക്ക് മടിയില്ലായിരുന്നു. എന്ന് മാത്രവുമല്ല, തോറ്റോടിയ ഷെഹ്സാദ് എന്നൊക്കെയുള്ള പേരിലാണ് തൊട്ടപ്പുറത്ത് മത്സരിച്ച പ്രധാനമന്ത്രിയും ഇപ്പുറത്തെ രാജകുമാരിയും രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. അവിടെയാണ് അവസാന മണിക്കൂറിൽ അമേഠിയിൽ മത്സരിക്കുമോ റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു അവസാന നിമിഷം വരെയുള്ള ചോദ്യം. ഒടുവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്തപ്പോൾ തോറ്റോടിയവനായി പ്രചരിപ്പിച്ചു. പക്ഷേ അവിടെ എത്തിയ കിശോരിലാൽ ശർമ്മ രാഹുൽ ഗാന്ധി തോറ്റതിൻ്റെ 3 ഇരട്ടി തോട്ടിനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഹങ്കാരത്തിൻ്റെ രൂപമായ സ്മൃതി ഇറാനിയെ മലർത്തിയടിച്ചത്. അതിനുശേഷം ആ വിജയിച്ച സർട്ടിഫിക്കറ്റുമായി വീട്ടിൽ സോണിയയെയും രാഹുലിനെയും പ്രിയങ്കയെയും കാണാൻ അവർ വരുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർ പങ്കുവച്ചു. അതൊന്ന് കാണേണ്ടതാണ്. കാണാൻ നിങ്ങൾ. सांसद जी कैसे हैं आप? नहीं, मैं तो मैंने आपकी वेरी गुड. नमस्कार नमस्कार. कैसे हैं आप? खुश हैं? बहुत खुश हूँ। आपने सब किया है, आपके बदौलत ही सब कुछ। नहीं, मैंने क्या किया? मैंने नहीं, आपने किया, आपने किया, सब आपने किया। उनकी 40 साल की चलो। आपका अमेठी से बहुत पुराना कनेक्शन है. ये बीजेपी वाले शायद में भैया राजीव जी के साथ गया. ये समझे नहीं बीजेपी वाले नहीं, किससे लड़ रहे हैं. अंडर एस्टिमेट किया उन्होंने. इतने बड़े टेम्परेचर में जैज के अंदर रोड शो, मैं बेहोश हो रहा था. मैं पहले आता हूँ, ठीक है ना, जिससे क्राउड का क्या है उस समय तक टेंशन बनी रहती जब तक फुल नहीं होता. तो उसी में मतलब कर रहे थे, तो फिर मतलब टेंस में ही था मैं उस समय. मतलब 45 समथिंग. आपकी शर्ट जो थी, हाँ उस दिन तो बहुत गर्मी थी. राहुल जी की पूरी शर्ट एकदम पसीने में भीगी हुई. ये इतनी मेहनत की. शाबाश भैया चलिए. बहुत अच्छा लगा मेरे को, आपने शेर बच्चा पैदा किया. कि मैं शेर नहीं हूँ. अरे എത്ര സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് അവർ സ്വീകരിക്കുന്നത്, ആ കുടുംബം അതിന് മറുപടി പറയുന്നത്, അവരോട് പെരുമാറുന്നത്. എന്നാൽ മറ്റിടങ്ങളിലാണെങ്കിലോ അധികാരത്തിൻ്റെ അഹങ്കാരവും അതിൻ്റെ ഗൗരവവും മസിലുപിടുത്തവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ഇത് സ്വാഭാവികമായ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തെയും ഭാര്യയെയും സ്വീകരിക്കുകയാണ്, കുശലം പറയുകയാണ്. ഇത് ഒന്നാണെങ്കിൽ ഇതിനേക്കാൾ കടുത്ത തിരിച്ചടി നൽകിയ മറ്റൊരാളുണ്ട്. അത് അജയ് റോയിയാണ്. അജയ് റോയ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വാരണാസിയിൽ മത്സരിക്കാൻ ചെല്ലുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഉഗ്രപ്രതാപിയുടെ അല്ലെങ്കിൽ വിശ്വഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്കാണ്. അവിടെ 6 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയൊക്കെ കിട്ടിയിട്ടുള്ളതിൻ്റെ ഇരട്ടി വോട്ടിന് ജയിക്കാൻ തയ്യാറായാണ് അവിടെ പോയത്. അവിടെ മത്സരിക്കാൻ ചെന്നപ്പോൾ അതിന് ആഴ്ചകൾക്ക് മുമ്പ് ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ആളിനെ വിലയ്ക്കങ്ങ് വാങ്ങി. അപ്പോൾ പിന്നെ ബൂത്തിൽ പോലും ഇരിക്കാൻ ആളുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ധൈര്യപൂർവ്വം അജയ് റോയ് അവിടെ മത്സരിച്ചു. അവിടെ യഥാർത്ഥത്തിൽ പിന്നീട് തോന്നിയത് പ്രിയങ്കയോ അതുപോലെയുള്ള ഒരു ബ്രൈറ്റ് കാൻഡിഡേറ്റോ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചിലപ്പോൾ
പാർലമെൻറ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. വെറും 75,000 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അവിടെ മത്സരിച്ച അജയ് റോയി ഏതാണ്ട് 1 മണിക്കൂറോളം പ്രധാനമന്ത്രി പിന്നിലാണെന്ന് ചാനലുകൾ കാണിക്കേണ്ട സ്ഥിതിവിശേഷം വരെ എത്തി. ഏത് പ്രധാനമന്ത്രി? എല്ലാ അർത്ഥത്തിലും ആക്ഷേപിക്കുന്ന, എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും ആക്ഷേപിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ, പിന്നെ ഇപ്പോഴാ കുടുംബത്തെ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, സോണിയാഗാന്ധിയെ എന്നു വേണ്ട എല്ലാവരെയും ആക്ഷേപിച്ച് തനിക്ക് ആരുമില്ലെന്നും താനൊരു ഉഗ്രപ്രതാപിയാണെന്നും ദൈവികമായി ഉണ്ടായ ആളാണെന്നും ദൈവത്തിൻ്റെ ചൈതന്യമാണെന്നുമൊക്കെയുള്ള നറേറ്റീവുകൾ പറഞ്ഞ ആ ആൾദൈവമാണെന്ന് അവകാശപ്പെട്ട ആളിനെയാണ് അജയ് റായി എന്ന് പറയുന്ന മനുഷ്യൻ 1,56,000 വോട്ടിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. ഇന്ത്യയിലെ മൊത്തം പല സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ ഭൂരിപക്ഷം എടുത്താൽ 520 അംഗ അല്ലെങ്കിൽ 527 അംഗ പാർലമെൻറ്റിൽ ഏതാണ്ട് 300-ലധികം എം പിമാരെക്കാൾ താഴെയായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് കാരണക്കാരൻ ബിഗ് ഫൈറ്റർ അജയ് റോയിയാണ്. യഥാർത്ഥത്തിൽ അജയ് റായിയും ഈ സന്ദർഭത്തിൽ ഒരു പ്രധാന ഹീറോ ആണ് എന്നതാണ് സത്യം. ഒരടിത്തറയുമില്ലാത്ത മണ്ഡലത്തിൽ, ഒരു സംസ്ഥാനത്ത് ഈ ചുമതല ഭംഗിയായി നിർവഹിച്ച ഒരു ഹാർഡ് ഹിറ്റർ. അതെ,